കടക്കുപുറത്ത് അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? റോക്കി കരഞ്ഞ് മെഴുകി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നുണ്ട്. ഇതിപ്പോ മെഗാ സീരിയൽ പോലെ കണ്ടാ കരച്ചില്. ഞാൻ കരഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 6 വർഷം കാത്തിരുന്ന് എനിക്ക് കിട്ടിയ ഒരു അവസരം എനിക്ക് മിസ്സായി. ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ പോയപ്പോ കക്ഷത്തിരുന്ന പോയില്ലേ? ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. അത് ഒരാളിന്റെ ആക്ട് കൊണ്ടോ ഒരാളുടെ ആക്ഷൻ കൊണ്ടോ എന്റെ റിയാക്ഷൻ എവിടെയോ പോയി എനിക്ക് മിസ്സായി. കടക്കുപുറത്ത് അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ സിജോയെ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് കണ്ടു. അങ്ങനെ ഒരാളിനെ പുറത്ത് കൈ വെക്കേണ്ടി വന്നതിലുള്ള വിഷമം കൊണ്ടും അവരെ ഓർത്തിട്ടുമാണ് റോക്കി കരഞ്ഞത്. സഹിക്കാൻ പറ്റണ്ടേ? ഞാൻ മാറി ഇന്ന് കരയേന്. അല്ലാതെ റോക്കി പേടിച്ചിട്ട് കരഞ്ഞതല്ല. ഇതെന്താണ് അത് നേരത്തെ പറയാത്ത? ബുദ്ധി ഇപ്പോഴല്ലേ വന്നേ? പാവം. ഒരു കാര്യം ഞാൻ കയറിയപ്പോ പറഞ്ഞതുപോലെ തന്നെ അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം என்பதில்லையே. അപ്പൊ ഇച്ച കൊണ്ട പോരിലെല്ലാം തോற்று விட்ட போதிலும் அச்சமில்லை அச்சமில்லை அச்சம் என்பதில்லையே. உச்சி மீது வானிடிந்து வீഴുகின்ற போதிலும் அச்சமில்லை அச்சமில்லை அச்சം என்பதில்லையே. അതെ 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 ആ നല്ല അടിപൊളി ഗെയിമായിരുന്നു. നിങ്ങളെല്ലാം കണ്ടതാണല്ലോ അല്ലേ? അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ. പക്ഷേ എങ്കിൽ ഞാൻ വലിയൊരു ഗെയിമറൊന്നും അല്ല, അതുകൊണ്ട് എനിക്ക് ഗെയിം കളിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഞാൻ എങ്ങനെയാണോ പുറത്ത് അതുപോലെയാണ് അവിടെ നിന്നത്. നീയൊക്കെ എന്ത് പണ്ടാരം വേണമെങ്കിലും അയക്കോ, അതിന് ഞാൻ എന്തിനാ കിടികൊള്ളണത്? റോക്കി അന്ന് ഇന്നും എന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ വേണ്ടിയിട്ട് റോക്കിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. പേടിച്ചിട്ട് അതിന് വേറെ ആളെ നോക്കണം. റോക്കി എങ്ങനെയാണ് ഇവിടെ അതുപോലെയാണ് അവിടെ. പിന്നെ സിനിമയിലെ റോക്കി ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറയുമ്പോഴത്തേക്ക് ആക്ഷൻ കാണിക്കും, കട്ട് പറയുമ്പോൾ കട്ടാവും. റിയൽ റോക്കിക്ക് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ഒന്നും വേണ്ട. ഓൾവേസ് റോക്കി ഗോയിങ് ഓൺ ആക്ഷൻ. ഓക്കെ. അവസാനം എല്ലാരും കൂടി എന്നെ പൊക്കി എടുത്തോണ്ട് പോവുകയായിരുന്നു. റോക്കി ഒരു കാര്യം ഒരു ആക്ട് ചെയ്യണേ അത് ഫുൾഫില്ല് ചെയ്യണം. ഒരുത്തിനെ ഇടിക്കുന്നവനെ ഇടിക്കണം. അല്ല അവിടെ പോയിട്ട് പേടിപ്പിച്ചിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞാൽ എന്തായാലും ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിട്ടുണ്ട്. ഇടത്തൻ ഒരു സലാം റോക്കി ഭായ്.